അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും സ്പെഷ്യലാണ്. എന്താണെന്നാണ് നമ്മുടെ 200ാമത്തെ ദിവസമാണ്. സോ 200ാമത്തെ ദിവസം നമ്മളുള്ളത് കാഠ്മണ്ഡുവിലാണ്. അപ്പം എന്തായാലും അടിപൊളി. നമ്മുടെ യാത്രയിൽ ഏറ്റവും എന്താ പറയുക, ഒരു നല്ലൊരു മൈൽ സ്റ്റോൺ എന്ന് കവർ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. 200ാമത്തെ ദിവസം. വാവ്, ദാറ്റ്സ് എനിക്ക് പറയാൻ എന്തായാലും വാക്കുകളില്ല. അപ്പം നമ്മളിന്ന് കാഠ്മണ്ഡു എക്സ്പ്ലോർ ചെയ്യും. സോ this is Suman Bhaiya. Hello. So Suman Bhaiya is also a cyclist in Kathmandu. Yeah. So where we are heading today? Because today is such a special day, like it's my 200th day of this journey. Yeah. We will be waiting at Swayambhunath. Swayambhunath. Okay. And after that we will be waiting the Pashupatinath. Yes. Swayambhunath and Pashupatinath. So how many kilometers from here to Swayambhu? Swayambhunath. 2 kilometers. 2 kilometers. Yeah. Oh, okay. Abhu, so let's explore Swayambhu. Chalo. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇവിടുന്ന് മുതൽ ക്ലൈംബ് തുടങ്ങുകയാണ്. നല്ല കിടുക്കാച്ചി ക്ലൈംബുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോണതെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, നമ്മൾ മൊണസ്ട്രീത്തെ ചാൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ല, ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. MT കൊണ്ട് സുഖം. Lot of steps, 100 steps, right? 100 മുകളിൽ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. So where are we now? We are at Swayambhunath. അപ്പം സ്വയംഭുനാഥ് ടെമ്പിളാണ് നമ്മളുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഒക്കെ കാണാം. സോ ലെറ്റ്സ് റോം ഹിയർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കാണാം. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അതിൻ്റെ മുകളിൽ അവർ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നും കാണാൻ പറ്റും. ഓ, സോ യു യൂഷ്വലി കം ഹിയർ? Yeah, we usually come. Oh, wow, nice. So We usually come here, roam around. Like weekends and all, right? No. We basically come anytime we are free. Okay, nice. So We come here because here is so peace. Yeah. So we come here, we make our mind fresh. Yes, the light air Yeah. and the sounds. Surrounding is so peace. Yes. നേപ്പാളിലെ കാഠ്മണ്ഡു വാലിയിലെ ഒരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന ബുദ്ധമത കേന്ദ്രമാണ് സ്വയംഭുനാഥ്. ഇതിനെ സ്വയംഭു എന്നും വിളിക്കപ്പെടുന്നുണ്ട്. സ്വയംഭുനാഥ് ക്ഷേത്രം, സ്വയംഭുനാഥ് സ്തൂപം, പിന്നെ അനവധി ചെറു ക്ഷേത്രങ്ങൾ കൂടി ചേർന്നതാണ് സ്വയംഭുനാഥ്.
ഈ ക്ഷേത്രത്തെ മങ്കി ടെമ്പിൾ അഥവാ വാനരക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ സ്ഥിരതാമസക്കാരാക്കിയ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അവർ തലമുറകളായിട്ട് ഇവിടെ തന്നെയാണ് താമസം. മാത്രമല്ല കുരങ്ങന്മാരെ ഇവിടെ പവിത്രമായ ജീവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു വലിയ ചരിത്രം കൂടിയുണ്ട്. നേപ്പാളിലെ വളരെ പഴക്കം ചെന്ന ബുദ്ധമത കേന്ദ്രമാണല്ലോ സ്വയംഭുനാഥ്. നേപ്പാൾ രാജാവായിരുന്ന മാനവേന്ദ്രന്റെ പ്രപിതാമഹൻ വൃഷദേവൻ 5-ാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ് ഈ സ്ഥലം. സ്വയംഭുനാഥ് ഒരു ബുദ്ധമത കേന്ദ്രമായാണ് കണക്കാക്കുന്നതെങ്കിലും ഹൈന്ദവർക്ക് ഇത് പൂജനീയമായ സ്ഥലമാണ്. ൽ സ്വയംഭുനാഥിലെ സ്തൂപം പുതുക്കി പണിഞ്ഞിരുന്നു. 20 കിലോ സ്വർണമാണ് സ്തൂപമുകുടം പൊതിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വയംഭുനാഥിലെ സ്തൂപം ഒരു വെളുത്ത അർദ്ധകുംഭത്തിന്മേലാണുള്ളത്. അർദ്ധകുംഭത്തിന്റെ മുകളിൽ ഘനാകാരമുള്ള സ്തൂപത്തിൽ 4 ദിക്കിലേക്കും ദർശനമായി ബുദ്ധ ഭഗവാന്റെ കണ്ണുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ശ്രീബുദ്ധന്റെ കണ്ണുകൾ ജ്ഞാനത്തെയും ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആണ്. നമ്മൾ ആ വഴി ഒന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് നമ്മളെ മനസ്സും മൈൻഡും കാര്യങ്ങളെല്ലാം ഫ്രീ ആവും. കാരണം അതിൻ്റെ ചുറ്റുപാടുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളും അവിടുത്തെ പൂജകളും ആളുകൾ ചെയ്യുന്ന ഭജനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല സ്പീക്കറിൽ അവിടെ എല്ലാ സമയത്തും ഭജനം അങ്ങനെ പ്ലേ ചെയ്ത് വെക്കും. നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ കുറച്ച് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളവിടെ കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ മനസ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആവുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട് മാറും ചെയ്യും. പിന്നെ ആ കുന്നിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഠ്മണ്ഡുവിൻ്റെ നല്ല കിടിലൻ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ആ സ്കൈ മൊത്തം ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ആ വാലീൻ്റെ വ്യൂ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. കാരണം കാഠ്മണ്ഡു വാലീൻ്റെ ഒരു നല്ലൊരു ഏരിയൽ വ്യൂ ആണ് നിങ്ങൾക്ക് സ്വയംഭുനാഥിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ സ്വയംഭുനാഥും കണ്ട് എന്തായാലും അടിപൊളി. ദിസ് പ്ലേസ് ഈസ് റിയലി അമേസിങ്, ഫുൾ ഓഫ് പീസ്. അപ്പം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വാക്കുകളില്ല. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. അവിടെ വൃത്തിയാക്കലൊക്കെ നടക്കുന്നുണ്ട്. സോ ഫ്രം ഹിയർ വിൽ ബി ഗോയിങ് ടു പശുപതിനാഥ് ടെമ്പിൾ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് അവിടെ നിന്നും പറയാം.
അങ്ങനെ സ്വയംഭൂനാഥിന്റെ പടികൾ ഇറങ്ങി താഴത്തെത്തിയപ്പോഴാണ് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണുന്നത്. വിഷിംഗ് വെൽ. കേൾക്കാൻ തന്നെ നല്ല രസം. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ വട്ടത്തിലുള്ള വലിയൊരു കിണറുണ്ട്. കിണറിന് വലിയ ആയമൊന്നുമില്ല. അതിന്റെ സെൻട്രലായിട്ടൊരു കുടുക്ക വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ചില്ലറ പൈസ എറിഞ്ഞ് ആ കുടുക്കയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആ കുടുക്കയിലൊന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആളുകൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എറിയുന്നതിന് മുമ്പ് പലരും കണ്ണുകൾ അടച്ച് ചില്ലറ നെഞ്ചോട് ചേർത്ത് അവരുടെ ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ ജപിക്കുന്നുണ്ടായിരുന്നു. അധിക പേരുടെയും മുന്നും പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുക്കയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ചില്ലറ താഴെ കിണറ്റിലുണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ലാലേട്ടന്റെ യോധ ഫിലിമിലെ ഒരു രംഗം ചിത്രീകരിച്ചത്. അങ്ങനെ മറക്കാനൊന്നും വഴി ഉണ്ടാവില്ല, നമ്മളെ അക്കസൊട്ടുവിന്റെ രംഗം തന്നെ. അപ്പൊ ഇത് കണ്ടില്ലേ, വലിയൊരു മാനയുണ്ട് ഇവിടെ. നോക്കിയേ, ഇത് എത്ര വലുതാണ്. നേരെ പുറത്താണ് നമ്മളുള്ളത്. ഓ കമോൺ കമോൺ. അപ്പം കണ്ടില്ലേ, ഇതിങ്ങനെ കറങ്ങും ഇവിടെ കിടന്നിട്ട്. വാവ്, ദിസ് ലുക്സ് അമേസിങ്. ഞാൻ ഇത്രയും വലിയ മാനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഐ എം സീയിങ് ദിസ് മച്ച് ബിഗ് മാനെ ഫോർ ദ ഫസ്റ്റ് ടൈം മാൻ. വാവ്, ദിസ് ഈസ് നൈസ്. കാഠ്മണ്ഡുവിലേക്കുള്ളത് ആകെ 4 കിലോമീറ്ററാണ്. സോറി, പശുപതിനാഥിലേക്ക്. പക്ഷേ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചന്ദ്രവിനായക് എന്ന് പറഞ്ഞൊരു ഗണപതി ക്ഷേത്രമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോവാൻ പശുപതിയിലേക്ക്. അപ്പം നല്ലൊരു ഇത് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നമുക്ക് ഇങ്ങനെ ഇതും കടന്നു വേണം പോവാൻ. അപ്പോൾ നമ്മളിതാ പശുപതിൻ്റെ മുന്നിലാണ്. സോ സുമൻ ഭയ്യ വിൽ ടേക്ക് കെയർ ഓഫ് മൈ ബൈസൈക്കിൾ ആൻഡ് ഐ വിൽ ബി ഗോയിങ് ഇൻസൈഡ്. ഓക്കെ ദെൻ സീ യു മാൻ. അപ്പം കണ്ടില്ല, ഇവിടെ ചെരുപ്പ് ഇടാൻ പറ്റില്ല ഉള്ളിൽ. നമ്മളിതാ ചെരുപ്പ് ഷൂ ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. സോ ദേക്ക് അജാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാഴ്ചകളെല്ലാം കാണാം. അപ്പം പശുപതിനാഥും ഞാനുമായിട്ട് വേറൊരു കണക്ഷനും കൂടി ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വന്ന ലോങ് റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നേപ്പാളാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ മതിയാവും. അപ്പം 4 കൊല്ലം മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാസ്ക് ഇല്ല, എല്ലാവരും ഫ്രീ ആയിരുന്നു. ഇപ്പം എല്ലാവർക്കും മാസ്ക് നിർബന്ധമാണ്. അപ്പം എന്തായാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും 4 വർഷത്തിന് ശേഷമുള്ള വീണ്ടും ഒരു എന്താ പറയുക, വീണ്ടും ഒരു കണ്ടുമുട്ടൽ നമുക്ക് പശുപതിനാഥ് ഉള്ളിൽ പോയിട്ട് നമുക്ക് കാണാം. അപ്പം എന്തായാലും ഒരുപാട് നല്ല ഫീലിംഗാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം നോക്കിയാൽ നമ്മൾ ആ സമയത്ത് വന്ന കാഠ്മണ്ഡു അല്ല ഇപ്പം. കാരണം ആ സമയത്ത് 2015 ഇതുണ്ടായത്. ഭൂമികുലുക്കുണ്ടായത് ആകെ പ്രശ്നമായിട്ട് നമ്മൾ വന്നത് 2019 തോന്നുന്നത്. ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാം കൺസ്ട്രക്ഷനിലാണ്. എല്ലാം പൊടി കാര്യങ്ങളൊക്കെ. ഇപ്പോഴും പൊടിയുണ്ട്, പക്ഷേ പണ്ടത്തെ അത്ര ഇല്ല എന്ന് പറയാം. അപ്പം എന്തായാലും വീണ്ടും നമുക്ക് പോയി പശുപതിനാഥ് കാണാം. എന്നിട്ട് ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ.
നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധ ശിവക്ഷേത്രമാണ് പശുപതിനാഥ്. ബാഗ്മതി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവാലയമായാണ് കണക്കാക്കുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലും പശുപതിനാഥ് ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. നേപ്പാളിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ ശിവക്ഷേത്രം ഏതു വർഷമാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വ്യക്തമായ അറിവ് ആർക്കുമില്ല. ക്രിസ്തുവർഷം 400-ാം ആണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പൊതുവെ കരുതുന്നു. പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ജീവികളുടെ സംരക്ഷകൻ എന്നാണ് പശുപതി എന്ന വാക്കിനർത്ഥം. ഈ ക്ഷേത്രത്തിന്റെ പിന്നിലെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കാണുന്ന ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്രമല്ല പുനർനിർമ്മിച്ചതാണ്. മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ചിതൽ തിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പശുപതിനാഥ് ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ കർണാടകയിൽ നിന്നുള്ള ഭട്ടബ്രാഹ്മണന്മാരാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും നിർവഹിക്കുന്നത്. അമ്പലത്തിന്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് എല്ലാവരും ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നത് നിർബന്ധമാണ്. അപ്പം എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. എല്ലാവരുടെ മുഖവും സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ പശുപതിനാഥിൻ്റെ ഉള്ളിൽ കയറി ക്ഷേത്രം സന്ദർശിച്ച്. അപ്പം എന്തായാലും അന്നത്തേനെക്കാട്ടി ഒരുപാട് വ്യത്യാസങ്ങളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് പ്രതിഷ്ഠ കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വരി നിൽക്കേണ്ടതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ആളുകളൊക്കെ വളരെ കുറവാണ്, ടൂറിസ്റ്റുകൾ കുറവാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല വ്യക്തമായിട്ട് കാണാം. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇവിടുത്തെ പ്രതിഷ്ഠ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പം അതിൻ്റെ മുകളിൽ നെയ്യ് ഒരുക്കുന്നതും പിന്നെ അത് വൃത്തിയാക്കുന്നതും പൂജ ചെയ്യുന്നതും അതിന് ഓരോ ആൾക്കാർ പ്രസാദം അർപ്പിക്കുന്നതും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രാവശ്യം കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ കൂടെ വന്ന അന്ന് നമ്മൾ 3 ആൾക്കാരാണ് വന്നത്, 4 കൊല്ലം മുന്നേ, ആഷിക്കും അജിത്തേട്ടനും. അപ്പം അവരെ ഈ സന്ദർഭത്തിൽ ഞാനൊന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പശുപതിനാഥിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. Then what is special over here? Here is cremated place there. Known as Areghat. Areghat. So it is till where it Up to there. Up to there.
They have recently introduced electric one. ഇലക്ട്രിക് ആണോ? Yeah. ഓഹോ. അപ്പം ഇവിടെ But basically, Hindu have been known for burning on wood. wood, Recently, some of the people are using electric too. ഓക്കെ, ലൈക്ക് എ ന്യൂ ജെൻ. Yeah. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്മശാനം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വരിക്ക് ഏകദേശം അവിടെ വരെ ശ്മശാനമാണ്. ബോഡികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചില ആൾക്കാർ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ. അതും വുഡ് വെച്ചിട്ടും ഉണ്ട് അല്ലേ. പിന്നെ ഇപ്പം ഇലക്ട്രിക് ആയിട്ടും ഉള്ളതുണ്ട് എന്നാണ് പറയുന്നത് ദഹിപ്പിക്കാൻ. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ. വാവ്. നമുക്ക് സ്വയംഭുനാഥിൻ്റെയും പശുപതിനാഥിൻ്റെയും നല്ല മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തന്ന സുമൻ ഭയ്യനോട് നമുക്ക് യാത്ര പറയാൻ സമയമായിട്ടുണ്ട്. ആൾക്ക് ഉച്ചയ്ക്ക് ശേഷം വർക്ക് ഉണ്ട്, പറയേണ്ടതില്ലല്ലോ, വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഞാൻ കാഠ്മണ്ഡുവിൽ എന്തായാലും കുറച്ച് കാലം ഉണ്ടാവുമല്ലോ, വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞ് ഞാൻ ഭയ്യനോട് വിട പറഞ്ഞു. അതിനുശേഷം ഞാൻ പശുപതിനാഥിൻ്റെ തൊട്ടടുത്തുള്ള നല്ല മനോഹരമായ മാർക്കറ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് കറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളും അയവിറക്കാനായിട്ടുണ്ടായിരുന്നു അവിടെ. ചോപാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് കാണാൻ പോവാണ്. അതെന്നാണ് ഒടുക്കത്തെ കയറ്റാ, 1 കിലോമീറ്ററായി തള്ളുന്നാട്ടില്ലേ. റൈറ്റ് താ പോകുന്നത്. ഗുഡ് ഈവനിങ്. കുട്ടികളൊക്കെ കൊള്ളല്ലോ. വാവ്, ദിസ് ഈസ് അമേസിങ്. ഇത് നോക്കി, ഇവിടുത്തെ ഇവിടെ കയറ്റിട്ടു നല്ല കയറിയത് കാഴ്ച കാണിച്ചു തരാം. നോക്കിയേ, വാവ്. കാഠ്മണ്ഡുവിൻ്റെ നല്ലൊരു വ്യൂ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം 4:15 നമ്മൾ എത്തിയത് എവിടെയാണ്? ചോപാറിൽ. അപ്പം ചോപാറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ആദിനാഥ് ലോകേശ്വർ. ഇതൊരു ബുദ്ധിസ്റ്റ് ഹിന്ദു ടെമ്പിളാണ്. അപ്പം ഇവിടെ 2 പേരും വന്ന് പ്രാർത്ഥിക്കും. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ഉള്ളിലാട്ടോ ഈ ഒരു ഏരിയ. നമ്മൾ കാഠ്മണ്ഡു വിട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ടാണ് ഇത് കാണാൻ പറ്റുക. അപ്പം ഇത് കാണുന്നില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിച്ചളൻ്റെ. പിന്നെ അതാ മാന ഇവിടെ ഉണ്ട്. നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, സി ഇവിടെ ഇങ്ങനെ മണി അടിയോ അതിനനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? വാവ്. അപ്പം നല്ലൊരു കിടിലൻ ടെമ്പിളാണ്. എന്തായാലും ഇത്രയും വന്നത് നമുക്ക് ഉപകാരമായിട്ടുണ്ട്.
അങ്ങനെ ഞാനിതാ ഇവരോട് കഷ്ടപ്പെട്ട് നേപ്പാളിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പാത്രവും ഈ പ്ലേറ്റും ഈ കയ്യിലും പിന്നെ കണ്ടില്ല ഈ കിണ്ടിയൊക്കെ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് അവർ ഇതേമാതിരി വെക്കും. അപ്പം അതുകൊണ്ട് ആദിനാഥ് ലോകേശ്വർ എന്ന് മാത്രമല്ല അതിൻ്റെ പേര്, ഈ കൈലുകളുടേതും പാത്രങ്ങളുടേതും അമ്പലം കൂടി ഇതിന് പേരുണ്ട്. അപ്പം ഈ സ്ഥലം ആരും മറക്കണ്ട. കാഠ്മണ്ഡുവിൽ നിന്ന് കുറച്ചൊന്ന് വരണം, ചോബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഹൈറ്റുള്ള ഏരിയ ആണ്, നല്ല അടിപൊളി വ്യൂവും പിന്നെ കണ്ടില്ല ഇത്രയും രസകരമായ ഒരു അമ്പലവും കാണാൻ പറ്റും. അപ്പം ഇതാരും മിസ്സാക്കാണ്ട് വരാം, കാരണം അത്ര കിടിലനാണ്. ബുദ്ധിസ്റ്റുകളതും ഹിന്ദുക്കളതും കൂടിയുള്ള രണ്ടാളതും കൂടിയുള്ള ടെമ്പിളാണ്. അപ്പം ഇവിടെ ഇപ്പം നട അടിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ ഇതാ ഇപ്പം നട അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കും നല്ല തണുപ്പായി, നല്ല താഴത്തേക്ക് ഇറങ്ങാം. എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ലെങ്കിലും നമ്മൾ ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പം ഈ മാന ഇങ്ങനെ ആക്കുമ്പോൾ എന്ത് രസമല്ലേ. ഇവരിങ്ങനെ 3 പ്രാവശ്യം എന്തോ വലം വെക്കുക ചെയ്യുക, ഇതിങ്ങനെ തിരിച്ചിട്ട് പ്രയർ വീലെന്നും പറയും മാനയെന്നും പറയും. അപ്പം എനിക്കൊന്നുകൂടി ഇഷ്ടം അതാണ് ഇഷ്ടപ്പെട്ടത്, കാരണം ആ ഒരു കളറ് നല്ല ഭംഗിയുണ്ട്. സംഭവം ഇതിൽ മന്ത്രമാണ് ഉള്ളത് വരെ കണ്ടില്ലേ. ഈ വലുത് കണ്ടോ, വാ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വന്ന് നേരിട്ട് കാണാം, എൻ്റെ ക്യാമറ കണ്ണിലൂടെ കാണണം, നേരിട്ട് തന്നെ വന്നിട്ട് എല്ലാവരും കാണണം കേട്ടോ. So back to Kirtipur. നല്ല ഇറക്കാണ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പാണ്. അതിലൊരു കുഞ്ഞു ഗ്രാമട്ടോ ഈ ബൈക്കൊക്കെ ഞാൻ വന്നത്. ഇറക്കാൻ നോക്കി ഇതാണ് ഞാൻ തള്ളി കയറ്റിയത്. വീടുകളൊക്കെ കണ്ടില്ലേ. എന്തിനാണ്ട് ഫോട്ടോ പിടിക്കുന്നത്? ഒരു ഫോട്ടോ പിടിക്കൂലേ? ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ, നേരത്തെ കണ്ട കുട്ടികളാ. കണ്ടില്ലേ വ്യൂ അവിടെ ഉള്ളത്. നമ്മുടെ ഒരു വീടിൻ്റെ ടെറസ് കാണുന്നുണ്ട്, നമ്മൾ കയറി നോക്കിയൊക്കെ എങ്ങനെയുണ്ട്. കണ്ട പൊടിയും. ഞാൻ വിചാരിച്ച അങ്ങോട്ട് കയറാൻ, എത്ര അങ്ങോട്ട് കയറാൻ പറ്റൂ. ഇനി ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ കൈ. ഓ ഇത്ര അടിപൊളി വ്യൂ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു തടസ്സമില്ലാണ്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ, ബൈ ബൈ. ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങുക. ഇത് ചാടി ഇറങ്ങിയ പ്രശ്നമാവൂ. അഡ്വഞ്ചർ. Come on, let's go.
ഉണ്ടോ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാനറിയ ഒന്നാണ്, കാരണം അത്രയും സ്റ്റീപ്പാണ് അത്. കാണുന്നില്ല നിങ്ങൾ? ഹലോ ഹലോ ഉണ്ടോ അത്രയും സ്റ്റീപ്പാണ്. അതുകൊണ്ട് ബ്രേക്ക് ഇങ്ങനെ ഒരഞ്ഞ് ടയർ ഇല്ലാണ്ടാവാന്നല്ലാണ്ട് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് ഓടിയിറങ്ങാം.